എല്ലാവർക്കും ചിൽഡ്രൻസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പിസ്താത്തോട് കൊണ്ട് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ പിസ്താത്തോട് അതാണ്. അതും പിസ്താത്തോട് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമല്ല. വേണമെങ്കിൽ മത്തൻ, കുമ്പള എന്നിവയുടെ വിത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പിസ്താത്തോട് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. പിന്നെ കെട്ടുകമ്പി ആവശ്യമാണ്. ഗ്രീൻ ടാപ്പ് വേണമെന്ന് ആവശ്യമില്ല. ഫ്ലവർ ഉണ്ടാക്കുന്ന ആവശ്യമില്ല. അതല്ലാതെയും ഉണ്ടാക്കാം. അത് താഴെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ എന്തുവാണെങ്കിൽ നൂല് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് തന്നെ വേണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ അതെടുത്ത് ഉണ്ടാക്കാം. പിന്നെ ഒരേ പേപ്പറാണിത്. കെട്ടുകമ്പി, ഫെവിക്കോൾ എന്നിവയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ പേപ്പറിൽ തന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമോ ഫെവിക്കോള് ഇപ്പം ഞാൻ റൗണ്ടിലും ഫെവിക്കോള് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്താത്തോടാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ പിസ്താത്തോട് കൊണ്ട് എന്താണെന്ന് വെക്കാനുള്ളത്. പിസ്താത്തോട് ഈ ഫെവിക്കോൾ ഈ പേപ്പറുമേ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഇതിപ്പോ ഒരു പോയിന്റ് ആക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ചെറുതാണ് എടുത്തിട്ടുള്ളത് പിസ്താത്തോട്. അപ്പൊ നിങ്ങൾക്ക് ആ ചെറുത് തന്നെ വേണം. ഇപ്പൊ നിങ്ങൾ ഞാൻ വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ വലുത് തന്നെ വേണം. പിസ്താത്തോട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളറിലെ നൂല് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫെവിക്കോള് ഒന്ന് തേച്ചിട്ട് നമുക്ക് ഈ നൂല് ചെറിയതായി ഒന്ന് ഇതിൽ വെക്കാം. അതിപ്പോ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ഞാൻ വേറെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കെട്ടുകമ്പിയാണ്. ഈ കെട്ടുകമ്പി ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഫെവിക്കോള് തേച്ച് ഒട്ടിച്ചാൽ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഫ്ലവർ ചാടും. അപ്പോൾ ചാടാതെക്കാൻ നമുക്കൊന്ന് ചെരിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചാണ് അത് ചുറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് കെട്ടുകമ്പി ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടാം. അപ്പോൾ ഞാൻ ഇവിടെ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും കൂട്ടിപ്പിടിച്ചൊന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പോഴത്തെ ഞാൻ വിടർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഒരു ഫ്ലവർ വേസ് എടുത്തുകൊണ്ട് അതിലൊന്ന് വെക്കുന്നു. ഫ്ലവർ വേസിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചൊന്ന് തേക്കാം. എല്ലാത്തിനും ഫെവിക്കോള് ഉപയോഗിച്ച് തേച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലവർ ഞങ്ങൾ നേരത്തെ വെച്ച് ഉണ്ടാക്കിയ ഫ്ലവർ എല്ലാത്തിനൊന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്ത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തെർമാക്കോള് ഉപയോഗിച്ചും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണമെന്ന് ആവശ്യമില്ല. മുത്ത് ഉപയോഗിച്ചും തെർമാക്കോള് ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഇതേ നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.